ഭാരത് റൈസ് തൃശ്ശൂരിൽ വിപണിയിലാണ് ആദ്യം എത്തിയത്. ആ അരി ഒരുപാട് ആളുകൾ വാങ്ങി. ഇനിയിപ്പോൾ ആ അരി എങ്ങനെയാണ്, അതിൻ്റെ ഗുണമേന്മ എങ്ങനെയാണ്, അതിനോടൊപ്പം തന്നെ വീട്ടമ്മമാർക്ക് അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുകൂടിയാണ് നമുക്കറിയേണ്ടത്. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് തൃശ്ശൂർ നടത്തറയുള്ളൊരു വീട്ടമ്മ, പ്രിയ എന്നാണ് പേര്. അവർ എന്തായാലും ഈ അരി വെച്ച് അതിൻ്റെ ഒരു റിവ്യൂ നമ്മളോട് പറയും. പ്രിയജി, നമുക്ക് അരി വെച്ച് നോക്കാമല്ലേ, എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കി നോക്കാം അല്ലേ? നോക്കി നോക്കാം. പച്ചരിയാണ്, പൊന്നിരി പോലെയുള്ള ആയിട്ടാ തോന്നുന്നത് കാണുമ്പോ. നമുക്ക് വെച്ച് നോക്കിയാലേ അറിയുള്ളൂ. അപ്പൊ എന്തായാലും വെച്ച് നോക്കാം. ഞങ്ങള് പാലക്കാട് മട്ടയാണ്, സ്ഥിരം മട്ട ഉപയോഗിക്കുന്ന ആളുകളാണ്. അത് എത്ര സമയം എടുക്കും നമുക്ക് വെന്ത് വരാനായിട്ട് സാധാരണഗതിയിൽ ഗ്യാസിൽ വെക്കുമ്പോ ഞാൻ തിളയ്ക്കണവരെ ഇങ്ങനെ നന്നായിട്ട് ഇതാക്കിയിട്ട് പിന്നെ സിമ്മിലിടുകയുള്ളൂ. ഒരു 3/4 മണിക്കൂർ 45 മിനിറ്റ് ഒക്കെ എടുക്കും. പെട്ടെന്നാവുന്നുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇതിപ്പോ ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വേണ്ടി വരില്ല, ഒരുമാതിരി വേവായി. അതെ അതെ, അത്രയും വേവ് തന്നെയാ, പൊന്നിരിയുടെ സെയിം വേവ് തന്നെ ഏകദേശം. അപ്പൊ നമുക്ക് ഓഫ് ചെയ്യാം. പൊന്നിരി അങ്ങനത്തെ ഒക്കെ കഴിക്കുന്ന ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെടും. വേറെ ഒരു സ്മെല്ലോ അങ്ങനത്തെ ഒന്നുമില്ല, നല്ല ചോറാണ്. പൊന്നിരി ഒക്കെ കഴിക്കണവർ എന്തായാലും വാങ്ങിക്കും. ഈ പൊന്നിരി വാങ്ങുമ്പോഴും പുറത്തുനിന്ന് 40 രൂപയിലും പ്ലസ് ആണ് വില വരുന്നുണ്ടല്ലോ. അപ്പൊ അത്രയും വ്യത്യാസമുണ്ട്. ഗ്യാസിന്റെ ഒരു ലാഭം എങ്ങനെയാ? അതെ, അപ്പൊ അത് വലിയ വ്യത്യാസമല്ലേ. 3/4 മണിക്കൂറോളം എന്തായാലും വ്യത്യാസം വരുന്നുണ്ട്. ഇതിപ്പോ ഇലക്ഷന്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ വന്നതാണെന്നൊക്കെ ഒരു പല ഭാഗത്തു നിന്നുള്ള വിമർശനം. സാധാരണ ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലിപ്പോ ഒരു വലിയ കാര്യമാണിത്. അവർ ചെയ്യുന്ന ഒരു നന്മ കൂടിയാണ്. സാധാരണ സ്റ്റോറുകളിലൊക്കെ കിട്ടാൻ ഇതാക്കണം, അല്ലാണ്ട് അത് സാധാരണ ജനങ്ങൾക്ക് എത്തില്ല. ഭാരത് റൈസ് ഹിറ്റാണ്. അതെ അതെ. അപ്പോൾ ഭാരത് റൈസിന്റെ ചോറൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സാധാരണ പുറമേ നിന്നൊക്കെ വാങ്ങുന്ന അരി പോലെയൊക്കെ തന്നെയാണ്. എന്തായാലും ഈ ഭാരത് റൈസ് വിപണനം തൃശ്ശൂർ ജില്ലയിലും മറ്റ് ജില്ലകളിലേക്കും കൂടുതലായി വ്യാപിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം. അതിൻ്റെ വിപണനം ഇനിയിപ്പോൾ ഓരോ ഔട്ട്ലെറ്റുകൾ കേന്ദ്രീകരിച്ച് തുടങ്ങാനാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.